പാറക്കല്ല് താഴേക്ക് വീഴുന്ന പോലെയാണ് പെട്രോളിന്റെ വില ഹോർമൂസ് തുറന്നതിന് ശേഷം വരുന്നത്. എന്നിട്ടും ഈ വലിയ വലിയ ഓയിൽ കമ്പനീസ് എന്തുകൊണ്ട് ഇവരുടെ പമ്പിലെ പ്രൈസ് കുറയ്ക്കുന്നില്ല? ഇതാണ് ഇപ്പൊ ട്രംപിനെ അലട്ടുന്ന പ്രശ്നം. എന്നിട്ട് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന് എന്ത് കൊടുത്തേക്കാണ്, നിർദ്ദേശം കൊടുത്തേക്കാണ് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞ, പാറക്കല്ല് താഴോട്ട് വീഴുന്ന പോലെ ഡ്രാസ്റ്റിക് എന്താ പറയാ ചേഞ്ച് ആണ് പെട്രോൾ വിലയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇവരെന്താ ഇത് മാറ്റാത്തത്? എന്താ ഇത് തുറന്ന് പിറ്റേ ദിവസം മാറ്റണ്ടല്ലേ ഇത്? അല്ലേ? എന്തുകൊണ്ടാ ഇത് കുറയ്ക്കാത്ത? ഇതാണ് ട്രംപിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. അതിന് എന്റെ പൊന്നു ട്രംപേ, ഈ കമ്പനികള് ഈ പറയുന്ന ഓയിൽ പമ്പില്, അതായത് പമ്പിൽ വിൽക്കുന്ന, ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്ന പെട്രോള് മിക്കവാറും ഈ പ്രൈസ് കൂടി നിന്ന സമയത്ത് വാങ്ങിച്ചതായിരിക്കും. അത് തീർന്നിട്ടുണ്ടാവില്ല. ഒന്നാമത് അത് തീർന്നാൽ മാത്രമല്ലേ ഇനി കുറഞ്ഞ പൈസക്കുള്ള പെട്രോള് അത് ഇനി പമ്പിൽ എത്തിയിട്ട് വേണം ആ കുറഞ്ഞ പൈസക്ക് വിൽക്കാൻ. അതായത് ഹോർമോസില് സമാധാനം വേണം, ഹോർമോസ് തുറക്കണം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് മുറവിളി കൂട്ടിയതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പണ്ടേ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അന്നേ നമ്മൾ പറയുന്നുണ്ട്, അത് അമേരിക്കൻ മാർക്കറ്റിലെ പെട്രോൾ പ്രൈസാ. കാരണം അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ, ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്ന പോലെയാണ്. പെട്രോളിന്റെ പ്രൈസ് ഹൈക്ക് ആവുന്ന സമയത്ത് അതിനോട് കണക്ട് ചെയ്യുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങളുടെ വിലയും ഒരേപോലെ അങ്ങ് കൂടും. ഇതാണ് ട്രംപ് അനുഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോ കോൺഗ്രസിൽ പാസ്സായിട്ടുള്ള വാർ പവർ കുറയ്ക്കുന്ന ആ പ്രമേയം സെനറ്റിലും കൂടെ പാസ്സായിട്ട് ഇപ്പൊ നല്ല അടി കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഹോർമൂസ് തുറന്ന ഉടനെ പിറ്റേ ദിവസം തന്നെ പെട്രോളിന്റെ പ്രൈസ് അങ്ങ് കുറയും എന്നാണോ ഈ ബിസിനസ്സുകാരൻ വിചാരിച്ചിരിക്കുന്നത്? അല്ല. ട്രംപ് ബിസിനസ്സുകാരനാണ്. ട്രംപിന് ഓയിൽ ട്രേഡ്, ഓയിൽ എങ്ങനെയാണ് ഇതിന്റെ ട്രേഡ് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കൂടുന്നത്, എങ്ങനെയാണ് ഇത് കുറയുന്നത്, ഇത് മാർക്കറ്റിൽ എപ്പോ റിഫ്ലക്ട് ആവും എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുള്ള, നല്ല ഷാർപ്പ് ഐഡിയ ഉള്ള മനുഷ്യൻ തന്നെയാണ് ട്രംപ്. അതിൽ ഒരു സംശയവുമില്ല, ഒരു സംശയം ആർക്കും വേണ്ട. എന്നിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ട്രംപ് എന്തിന് പുള്ളിയുടെ ഡൊണാൾഡ് ജെ ട്രംപ് മറ്റേ സോഷ്യലില് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെ? അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അത് ആ നാട്ടുകാരോട് പറയുകയാണ്. ആ നാട്ടുകാരോട് ട്രംപ് പറയുന്നതാണ്, നിങ്ങളുടെ ഓയിൽ പ്രൈസ് കൂടിയതിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അത് കുറയ്ക്കാനുള്ള പണി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്രോൾ കമ്പനികൾ അത് ഉടനെ തുറക്കും, അതിനു വേണ്ടിയിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ട്രംപ് പറയുക. അതായത് ആളുകളുടെ രോഷത്തിനെ ചെറുതായിട്ടൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊരു ഐസ് വെച്ച് ഒന്നങ്ങ് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റാണത്. അല്ലാതെ ഈ പറയുന്ന പഴയ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അത് വിറ്റൊഴിക്കണം. അതേപോലെ തന്നെ ഇപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഇറാനൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തില് ഇതിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് എസ്കലേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതും എണ്ണ കമ്പനികൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ പോലെ അവര് അടുത്തതായിട്ട് വരാൻ പോകുന്ന യുദ്ധത്തിന്റെ തുടർച്ചകളും വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്നതും ഓയിലിന്റെ പ്രൈസ് കൂടുന്നതൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഓയിൽ പ്രൈസ് ഇപ്പൊ കമ്പനികൾ കുറയ്ക്കാണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, ഹോർമൂസ് അടച്ച സമയത്ത് പല വിദഗ്ധരും ആക്ച്വലി വാൺ ചെയ്തതാണ്, എന്ത്, ഹോർമൂസ് ഇനി തുറന്നു കഴിഞ്ഞാലും ഏകദേശം 1 വർഷത്തോളം എടുക്കും ഇതുകൊണ്ടുണ്ടായ കെടുതികൾ മാറാൻ എന്നുള്ളത്. അപ്പൊ ട്രംപിനും ഇതറിയാം, ഈ കെടുതികൾ മാറാൻ സമയമെടുക്കും എന്നുള്ളത് അറിയാം. ഈ ഓയിൽ കമ്പനികൾക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളെല്ലാം ഇവര് നികത്തിയതിനു ശേഷം മാത്രമേ പ്രൈസ് കുറയ്ക്കുന്ന നിലയിലോട്ട് കാര്യങ്ങൾ പോകത്തുള്ളൂ എന്നറിയാം. കുറഞ്ഞ പ്രൈസിന് ഉണ്ടാക്കുന്ന പെട്രോൾ കൂടുതൽ വിലക്ക് വിറ്റ് നഷ്ടം വന്നിട്ടുള്ള ആ നഷ്ടം നികത്താനുള്ള പണി ഓയിൽ കമ്പനികൾ എടുക്കും എന്നുള്ളതെല്ലാം അറിയാം. ഇന്ത്യയിൽ ഇപ്പോ ഈ ടാക്സ് ആണ് വില നിശ്ചയിക്കുന്നത് എന്ന് പോലെയൊന്നും അല്ല അമേരിക്കയിലെ സിസ്റ്റം. അത് വേറെ തന്നെയാ.
പക്ഷെ ഇതെല്ലാം ട്രംപിന് അറിയാം. ട്രംപിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം. പക്ഷേ തന്റെ ജനങ്ങളെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ആ ആൾക്കാരോടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യുദ്ധം നിർത്തി, എന്നിട്ടും പെട്രോളിന്റെ പ്രൈസ് കുറയുന്നില്ല, അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, ഇതിലൊന്നും ഒരു കുറവ് സംഭവിക്കുന്നില്ല. അപ്പോ ആ ആളുകളോട് പറയാണ്, ഞാനിത് ഇങ്ങനെ ഇടപെടുന്നുണ്ട് കേട്ടോ, എന്റെ മനസ്സിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങളോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ്. അത് മാത്രമല്ല, വേറൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇതിങ്ങനെ അൺട്രാപ്പ് ചെയ്യുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഓയിലിന്റെ പ്രൈസ്, ഹോർമൂസ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അയാളുടെ നിലനിൽപ്പിന്റെ ആണിക്കല്ലായിട്ട് തന്നെ ഈ കാര്യങ്ങൾ മാറുന്നു, അത് മാറുന്നുണ്ട് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു പോസ്റ്റും ഒരു നിമിഷവും കൂടിയാണ് ഇപ്പൊ ഈ പോസ്റ്റിലൂടെ ട്രംപ് പറഞ്ഞിരിക്കുന്നേ എന്നുള്ളതാണ്.